നമസ്കാരം. നന്നായി അഭിനയിക്കാൻ അറിയാവുന്ന ഒരു സ്ത്രീ കണ്ണീരോടെ വന്ന് അഭിനയിച്ച് പച്ചക്കള്ളങ്ങൾ പറഞ്ഞാൽ ഏതൊരു പുരുഷനെയും ജാമ്യമില്ലാതെ അകത്താക്കാവുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. ഇവിടെ രാഹുൽ ഈശ്വറും കുറേ ആളുകളും പുരുഷ കമ്മീഷൻ വേണമെന്നൊക്കെ പറഞ്ഞ് മുറവിളി കിട്ടുമ്പോൾ ചിലർ തമാശയായിട്ട് എടുക്കുന്നുണ്ടെങ്കിലും അതിൽ ചില സത്യമില്ലാതില്ല. ക്ഷമിക്കണം, ഞാൻ ആ വിഷയത്തിലേക്കല്ല വരുന്നത്. ഞാൻ മലയാള സിനിമാ മേഖലയിലെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനമായ ചലച്ചിത്ര സംഘടനയായ ഫെഫ്ക എന്ന ചലച്ചിത്ര കൂട്ടായ്മയെ തകർക്കാൻ നടക്കുന്ന ചില ശ്രമങ്ങളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. സിനിമയെ സ്നേഹിക്കുന്നവരോ സിനിമയിൽ പങ്കാളികളായവരോ മാത്രം കാണുക, താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. ആദ്യമായി ആ വിഷയം സംസാരിക്കേണ്ടി വരുന്നതിന് ക്ഷമ ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഫെഫ്കയുടെ ഒരു സജീവ അംഗമാണ് ഞാൻ. ഫെഫ്ക സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗമാണ്. ഫെഫ്കയുടെ നേതൃനിരയിൽപ്പെടുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഞാൻ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ചിലർ വിമർശിച്ചേക്കാം. ഇവിടെ ചാനൽ ചർച്ചകളിൽ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രതിനിധികൾ വന്നിരുന്ന് അവരെ വെള്ളപൂശാൻ ശ്രമിക്കുമ്പോൾ വളരെയധികം വിമർശിച്ചിട്ടുള്ള ആളാണ് ഞാൻ അതേപോലെ തന്നെ ഫെഫ്കയിലെ ഏതെങ്കിലും ആളുകൾ നേതൃനിരയിലുള്ളവരോ അംഗങ്ങളോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയുന്നതിന് മടിയില്ലാത്ത ഒരാളാണ് എന്നുകൂടി നിങ്ങളോട് ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ മീഡിയയിൽ ഏറ്റവും പ്രചാരം നേടിയത് 2-3 പെൺകുട്ടികൾ ഫെഫ്കയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു യൂണിയൻ്റെ മുമ്പിൽ സത്യാഗ്രഹം കിടക്കുന്നു. അവരുടെ ആവശ്യം ബി ഉണ്ണികൃഷ്ണൻ രാജിവെക്കുക, അവരുടെ യൂണിയൻ്റെ സെക്രട്ടറിയായ പ്രദീപ് രംഗൻ എന്ന മേക്കപ്പ് മാനും രാജിവെക്കുക. മാത്രവുമല്ല, ഫെഫ്ക എന്ന അനീതിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന ഒരു സംഘടന അവരെ വഞ്ചിക്കുന്നു. ഇതൊക്കെയാണ് അവർ ഒട്ടിച്ച പോസ്റ്റുകളിൽ പ്രധാനമായും പ്രതിപാദിച്ചിരിക്കുന്നത്. ആദ്യം ഫെഫ്ക എന്താണെന്ന് പറയേണ്ടിയിരിക്കുന്നു. 21 യൂണിയനുകൾ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു അപ്പെക്സ് ബോഡിയാണ് ഫെഫ്ക. ഓരോ ട്രേഡും ഓരോ ട്രേഡ് യൂണിയനായി സർക്കാരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. സംവിധായകർ മുതൽ എഴുത്തുകാർ മുതൽ പ്രൊഡക്ഷൻ അസിസ്റ്റൻ്റായിട്ട് ജോലിയെടുക്കുന്നവർ, ലൈറ്റ്മാൻമാർ, മേക്കപ്പ്മാൻമാർ, അങ്ങനെ വിവിധ ട്രേഡിലുള്ള 21 യൂണിറ്റുകൾ അവർ ട്രേഡ് യൂണിയനായി രജിസ്റ്റർ ചെയ്ത് അവർക്ക് ഓരോ ഭരണസമിതിയുണ്ട്, അതിൻ്റെ പ്രസിഡൻ്റുണ്ട്, സെക്രട്ടറി ഉണ്ട്. അവരെല്ലാം സ്വതന്ത്രമായി ഓരോ യൂണിയനെ നയിച്ചുകൊണ്ടിരിക്കുന്നു. ഈ യൂണിയനുകളുടെ അപ്പെക്സ് ബോഡിയാണ് ഫെഫ്ക. ആ ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറിയാണ് ബി ഉണ്ണികൃഷ്ണൻ. ഓരോ സംസ്ഥാനത്തും ഇതുപോലെ സിനിമയ്ക്ക് ട്രേഡ് യൂണിയനുകളുണ്ട്. തമിഴ്നാട്ടിൽ എന്ന് പറയുന്ന ഒരു യൂണിയനാണ് ഇവിടെ ഫെഫ്ക പോലെയുള്ളത്. ഓരോ സംസ്ഥാനത്തുമുണ്ട്. ഇതിൻ്റെ കേന്ദ്ര കമ്മിറ്റിയാണ് ഐഫക്. ആ ഐഫക്കിൻ്റെ സെക്രട്ടറിയും ബി ഉണ്ണികൃഷ്ണൻ തന്നെയാണ്. ഓരോ യൂണിയനും അവരുടെ ബൈലോ അനുസരിച്ചുള്ള സ്വതന്ത്ര നിലപാടുകൾ എടുക്കുന്നു. അവിടെ ഫെഫ്ക എന്ന് പറയുന്ന കേന്ദ്ര നേതൃത്വം ഇടപെടാറില്ല. എന്നാൽ ഏതെങ്കിലും യൂണിയനിൽ അതിൻ്റെ നേതൃത്വത്തിന് പരിഹരിക്കാൻ കഴിയാത്ത സംഭവങ്ങളുണ്ടായാൽ അവർ ഫെഫ്കയുടെ നേതൃത്വത്തിലേക്ക് ആ വിവരം അറിയിക്കുകയും ഫെഫ്ക ഇടപെട്ട് ആ കാര്യങ്ങൾ തീരുമാനമാക്കുകയും ചെയ്യും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 21 യൂണിയനിലെയും പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ട്രഷറർ, ഈ 3 പേരടങ്ങിയ 21 യൂണിയനുകളിലെയും അംഗങ്ങൾ ചേരുന്നതാണ് ജനറൽ കൗൺസിൽ. അതിൽ ജനറൽ സെക്രട്ടറി നിർബന്ധമായും ഉണ്ടായിരിക്കണം. പ്രസിഡന്റിന് പകരമായോ ട്രഷറർക്ക് പകരമായോ മറ്റ് ആരെയെങ്കിലും കോപ്റ്റ് ചെയ്യാം. ഇത് സാധാരണക്കാരുടെ അറിവിലേക്കായി പറഞ്ഞു എന്ന് മാത്രം. ഈ 21 യൂണിയനുകളുടെയും 3 പേരടങ്ങിയ സംഘം ജനറൽ കൗൺസിൽ, അതിൽ നിന്നും 7 പേരെ തിരഞ്ഞെടുത്താണ് സ്റ്റിയറിംഗ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു ഭരണസമിതിയെ നിയോഗിച്ചിരിക്കുന്നത്. അവരാണ് ഫെഫ്കയുടെ ദൈനംദിന കാര്യങ്ങൾ, മറ്റ് അഫിലിയേറ്റുകളുടെ, മറ്റ് യൂണിയനുകളുടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഒക്കെ ഈ സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ് പരിഹരിക്കുന്നതും അതിന് നടപടികളെടുക്കുന്നതും. ബി ഉണ്ണികൃഷ്ണൻ പലപ്പോഴും സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് തീർക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് അതിലൊരു ചർച്ചയിലേക്കോ സമവായത്തിലേക്കോ എത്താൻ വേണ്ടി പരിശ്രമിക്കുന്നത്. ഇവിടെ ബി ഉണ്ണികൃഷ്ണനെ പരസ്യമായി അവഹേളിക്കാൻ വേണ്ടി പലരും ഇറങ്ങിയിട്ടുണ്ട്. അതിൽ പെട്ട 3 പെൺകുട്ടികൾ. അവർ നിരപരാധികളാണ്. ലേബർ ഓഫീസറുമായി നടന്ന ചർച്ചയിൽ പങ്കെടുത്ത ആളാണ് ഞാൻ. സിബി മലയിൽ, രഞ്ജി പണിക്കർ, സോഹൻ സീനുലാൽ, അങ്ങനെ തുടങ്ങി ഈ പെൺകുട്ടികളുടെ ഒരു അഡ്വക്കേറ്റ് ആ പെൺകുട്ടികളടക്കം ഇരുന്ന് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് അവരുടെ ആരോപണങ്ങൾ ചർച്ച ചെയ്തപ്പോൾ മനസ്സിലായി അവർ പറയുന്നത് അവർക്ക് പോലും അറിയാത്ത കാര്യങ്ങളാണ്. അവിടെയാണ് അവരുടെ പിന്നിൽ ബാഹ്യശക്തികൾ അണിനിരന്നിരിക്കുന്നുവെന്ന് മനസ്സിലായത്. അവർ സത്യാഗ്രഹം കിടന്ന അന്ന് രാത്രിയിൽ WCC എന്ന് പറയുന്ന വിമൻ കളക്റ്റീവ് ഇൻ സിനിമ, അതിൻ്റെ പ്രതിനിധികൾ ആഷ ആച്ചി ജോസഫ്, സജിത മഠത്തിൽ, 2 പേരും അവിടെ വന്ന് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. എന്നാൽ ഫെഫ്കയുടെ വർക്കിംഗ് സെക്രട്ടറിയായ സോഹൻ സീനുലാൽ, ട്രഷറർ സതീഷ് എന്നിവരവിടെ ചെന്ന് ആ കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ രാത്രിയിൽ ഇവിടെ കിടക്കണ്ട, ഈ വഴിയരിയിൽ കിടക്കുന്നത് ശരിയല്ല, നിങ്ങൾ പോകൂ, നിങ്ങൾ സത്യഗ്രഹിക്കണമെങ്കിൽ നാളെയും വരൂ
ഇത് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് പോകാൻ സമ്മതിക്കാതിരുന്നത് സജിത മഠത്തിൽ എന്ന WCCയുടെ പ്രതിനിധിയാണ്. എന്നിട്ട് ഇതേ സോഹൻ സീനുലാലും സതീഷും ചേർന്ന് അവർക്ക് ആ ഓഫീസിൻ്റെ ഡോർ തുറന്നു കൊടുത്തു അകത്ത് വിശ്രമിക്കാൻ വേണ്ടി. ഫെഫ്കയുടെ നേതൃത്വം എന്തോ അനീതി കാണിച്ചു എന്ന് പറഞ്ഞാണ് ഇവർ സത്യഗ്രഹം ഇരിക്കുന്നത്. ആ ഫെഫ്കയുടെ വർക്കിംഗ് സെക്രട്ടറിയും ട്രഷററും ചെന്നാണ് അവരെ രാത്രിയിൽ സേഫായിരിക്കാൻ സഹായിച്ചത്. അടുത്ത ദിവസത്തെ ചർച്ചയിൽ അവരുടെ ചില ആവശ്യങ്ങൾ അത് പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ്. അത് വളരെ പെട്ടെന്ന് പരിഹരിക്കാൻ സാധിക്കുന്ന കാര്യമല്ല. അത് നിർമ്മാതാക്കളുമായി ചർച്ച ചെയ്ത് വേണം തീരുമാനിക്കാൻ. ഫെഫ്ക എന്നത് തൊഴിലാളി സംഘടനയാണ്. എംപ്ലോയർ എന്ന് പറയുന്നത് പ്രൊഡ്യൂസറാണ്. അവരുടെ അസോസിയേഷനുണ്ട്. അവരുമായിരുന്ന് ചർച്ച ചെയ്ത് തീർക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് സാധിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇവർ സത്യാഗ്രഹം ഇരിക്കാൻ തുടങ്ങിയപ്പോൾ റീമ കല്ലിങ്ങൽ എന്ന് പറയുന്ന WCCയുടെ പ്രമുഖ അംഗം പറഞ്ഞതെന്താണ്? കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന കേരളത്തിലാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന്. ഇതേ റീമ കല്ലിങ്ങലിൻ്റെ പങ്കാളി, ഇപ്പോൾ പങ്കാളിയാണോ എന്നറിയില്ല, നേരത്തെ പങ്കാളിയായിരുന്ന ആഷിഖ് അബു കൊടിയ കമ്മ്യൂണിസ്റ്റുകാരനാണ്. CPM എന്ന് പറഞ്ഞാൽ അവിടെ മരിച്ചു വീഴും. അദ്ദേഹത്തിനുള്ള ശത്രുത എന്താണ്? അദ്ദേഹം ഫെഫ്കയിൽ നിന്ന് എന്തുകൊണ്ടാണ് രാജിവെച്ച് പോയത്? ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയനിലെ അംഗമായിരുന്നു അദ്ദേഹം ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തു, റൈഫിൾ ക്ലബ്. ആ സിനിമയിൽ പണിയെടുത്ത തൊഴിലാളികൾക്ക് പണം കൊടുക്കാതെ വന്നപ്പോൾ അത് കൊടുക്കണമെന്ന് നിർബന്ധിച്ചതിനാണ് അദ്ദേഹം രാജിവെച്ച് പോയത്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. തൊഴിലാളികളുടെ സംരക്ഷണം, തൊഴിൽ സംരക്ഷണം, അവർക്ക് പ്രതിഫലം വാങ്ങിക്കൊടുക്കുക, ഇതൊക്കെ ഫെഫ്ക എന്ന തൊഴിലാളി യൂണിയൻ്റെ അടിസ്ഥാന നിയമങ്ങളിൽപ്പെട്ട കാര്യങ്ങളാണ്. ഞങ്ങളുടെ ഒരു അംഗമാണ് സിനിമ നിർമ്മിച്ചതെങ്കിലും അദ്ദേഹം അപ്പോൾ എംപ്ലോയറായി, നിർമ്മാതാവായി. അദ്ദേഹത്തോട് അതിൽ പണിയെടുത്തവർക്ക് പണം കൊടുക്കണമെന്ന് പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല. അവിടുന്ന് തുടങ്ങിയതാണ് B. ഉണ്ണികൃഷ്ണനുള്ള വിരോധം. ഇത് ജനങ്ങൾ അറിയണം. എന്താണ് ഓരോ വിരോധത്തിനും കാരണമെന്നറിയണ്ടേ? ഇത് തന്നെയാണ് അടിസ്ഥാന പ്രശ്നം. ഈ പെൺകുട്ടികളുമായി ലേബർ ഓഫീസറുടെ മുമ്പിൽ നിന്ന് നടന്ന ചർച്ചയിൽ എല്ലാ കാര്യങ്ങളും പരിഹരിക്കപ്പെട്ടതിന് ശേഷം സിബി മലയിൽ എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രസിഡന്റ് സിബി സാറ് ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങൾ ഈ അവാസ്തവമായ വസ്തുതാവിരുദ്ധമായ പോസ്റ്റർ എവിടെ എഴുതി ഒട്ടിച്ചു? എല്ലാ മീഡിയയിലും ഇത് വന്നു കഴിഞ്ഞു, ജനങ്ങളിതറിഞ്ഞു. B. ഉണ്ണികൃഷ്ണൻ എന്ത് അഴിമതിയാണ്, എന്ത് പണാപഹരണമാണ് നിങ്ങളിൽ നിന്ന് നടത്തിയത്? അതിനവർക്ക് മറുപടിയില്ല. സിബി സാർ പറഞ്ഞു, ഡിഫർമേഷൻ കേസ് ഫയൽ ചെയ്യാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം ഉണ്ണികൃഷ്ണൻ ഒരു കുടുംബമുണ്ട്. അയാൾ ചലച്ചിത്ര സംവിധായകനാണ്, എഴുത്തുകാരനാണ്. അതിലുപരി അദ്ദേഹം കോളേജ് അധ്യാപകനായിരുന്നു. ഇപ്പോൾ പല യൂണിവേഴ്സിറ്റികളിലും ക്ലാസ് എടുക്കാൻ പോകുന്നു. രണ്ടാമതൊരാൾ പരാതിയുമായി വന്നിരുന്നു, നിർമ്മാതാവായ സാന്ദ്ര തോമസ്. സാന്ദ്ര തോമസും ഞാനും കൂടി പങ്കെടുത്ത ഒരു ചാനൽ ചർച്ചയിൽ സാന്ദ്ര തോമസ് പറയുകയാണ്, B. ഉണ്ണികൃഷ്ണൻ രാജിവെച്ച് പോകണം, 16 വർഷമായില്ലേ അവിടെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, B. ഉണ്ണികൃഷ്ണൻ രാജിവെക്കുന്നതാണോ സാന്ദ്രയുടെ ആവശ്യം? B. ഉണ്ണികൃഷ്ണൻ അവിടെ ഇരിക്കുന്നതാണോ സാന്ദ്രയുടെ പ്രശ്നം? ഇത് തന്നെ സത്യാഗ്രഹം കിടന്ന പെൺകുട്ടികൾ പറയുക, സാന്ദ്ര തോമസ് പറയുക. അപ്പോൾ ബാഹ്യശക്തികളുടെ പ്രേരണയില്ലേ? ഒരേ കാര്യങ്ങൾ തന്നെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ സംഘടനയിൽ ആര് സെക്രട്ടറി ആയിരിക്കണം, ആര് പ്രസിഡന്റ് ആയിരിക്കണമെന്ന് ഞങ്ങൾ അംഗങ്ങളാണ് തീരുമാനിക്കുന്നത്. അതിൽ മറ്റാരും ഇടപെടണ്ട. അങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ ഇപ്പോൾ പരസ്യമായി പറയുന്നു. 4 മടക്കി കോട്ടിൻ്റെ പോക്കറ്റിലങ്ങ് തിരിയുക. B. ഉണ്ണികൃഷ്ണനെ ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ട് നേരിടാൻ വന്നാൽ ഫെഫ്കയിലെ 8000-ലധികം വരുന്ന അംഗങ്ങൾ ഒരുമിച്ചുണ്ടാവും. എല്ലാ സെറ്റുകളിലും എല്ലാ തൊഴിലാളികളും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മറ്റ് ചില ശക്തികളുണ്ട്. ഒരല്പം ചരിത്രം കൂടി പറഞ്ഞാലേ ഈ വീഡിയോ പൂർത്തിയാവൂ. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകയിലുമെല്ലാം സിനിമയിൽ ട്രേഡ് യൂണിയനുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ കേരളത്തിൽ 2008 വരെ അതുണ്ടായിരുന്നില്ല. അതിനു മുമ്പ് മാക്ട എന്ന സാംസ്കാരിക സംഘടനയായിരുന്നു ഉണ്ടായിരുന്നത്. KG ജോർജ് തുടങ്ങി ജോൺ പോൾ തുടങ്ങി അങ്ങനെ പ്രതിഭാധനരായ ആളുകൾ നയിച്ചു കൊണ്ടുപോകുന്ന ഒരു സംഘടന. പക്ഷേ അത് സാംസ്കാരിക സംഘടനയായിരുന്നു. അതിൽ അംഗങ്ങളായിട്ടുള്ളവരുടെ തൊഴിൽ പ്രശ്നങ്ങളിൽ ഇടപെടാൻ സാംസ്കാരിക സംഘടനയായ മാക്ടയ്ക്ക് കഴിയുമായിരുന്നില്ല. 2006 വളരെ വിവാദമായ ഒരു ഇലക്ഷനിലൂടെ സിബി മലയിൽ പ്രസിഡന്റും കമൽ ജനറൽ സെക്രട്ടറിയും ഞാൻ സെക്രട്ടറിയുമായി ഒരു കമ്മിറ്റി അവിടെ രൂപം കൊണ്ടു. ഞങ്ങളുടെ ആദ്യത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ഒരു തീരുമാനമായിരുന്നു, ഒരുപാട് പേർക്ക് തൊഴിലെടുത്തിട്ട് പണം കിട്ടാത്തൊരവസ്ഥയുണ്ട്, അതിന് മാക്ട എന്തെങ്കിലും പരിഹാരമുണ്ടാക്കണം. അങ്ങനെ ആ തൊഴിൽ വേതന തർക്കങ്ങൾ വരുമ്പോൾ അത് പരിഹരിക്കാനുള്ള ഒരു സബ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തം എന്നെയാണ് ഏൽപ്പിച്ചത്. അന്ന് ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങളുമായി ഞാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പോകുന്നു. അന്ന് ഫിലിമിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ചെന്നൈയിലുള്ള ട്രേഡ് യൂണിയനുകൾ, സിനിമ ട്രേഡ് യൂണിയനുകൾ അവിടെ ലാബിലേക്ക് ഒരു ലെറ്റർ കൊടുത്താൽ ആ സിനിമ റിലീസ് ചെയ്യാതെ അവിടെ പിടിച്ചു വെക്കും. സാങ്കേതിക പ്രവർത്തകരുടെ പണം കൊടുത്തതിന് ശേഷം മാത്രമേ ആ സിനിമ റിലീസ് ചെയ്യാൻ സമ്മതിക്കുമായിരുന്നുള്ളൂ. എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല? ഞാൻ മദ്രാസിലെ ലാബിൽ പോയി സംസാരിക്കുന്നു. അവർ പറയുന്നു,
ഒരു ട്രേഡ് യൂണിയൻ ആയതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുന്നത്. നിങ്ങളുടെ സാംസ്കാരിക സംഘടനയാണ്, അത് ചെയ്യാൻ കഴിയുന്നില്ല. അന്ന് തന്നെ പോയി അതിൻ്റെ പ്രസിഡന്റുമായി സംസാരിക്കുക, എന്തൊക്കെയാണ് ഇതിനു വേണ്ടി ചെയ്യേണ്ടത്. അപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത്, ഓരോ ട്രേഡിനും പ്രത്യേകം യൂണിയനുകൾ വേണം, അത് ട്രേഡ് യൂണിയൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ മദ്രാശിയിൽ നിന്ന് തിരിച്ചെത്തിയ ഞാൻ അടുത്ത മാക്ടയുടെ എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിൽ ഈ കാര്യം അവതരിപ്പിക്കുകയും സിബി സാറിനെ കൊണ്ടും കമൽ സാറിനെ കൊണ്ടും അവിടുത്തെ പ്രസിഡന്റിനെ വിളിപ്പിക്കുകയും അതിനുവേണ്ടി കാര്യങ്ങൾ ഒരുക്കുകയും ചെയ്തു. ഇത് സത്യമായ കാര്യമാണ്, മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. അവിടുന്ന് 2 മീറ്റിങ്ങുകൾ, ഇത് സംബന്ധിച്ചിട്ടുള്ള 2 മീറ്റിങ്ങുകൾ കഴിഞ്ഞതിന് ശേഷമാണ് വിനയൻ അവിടേക്ക് എൻട്രി ആവുന്നത്. വിനയൻ വന്നതുപോലും ഫാസിൽ വിനയനെതിരെ ഒരു പരാതി നൽകിയിരുന്നു മാക്ടയിൽ. വിനയൻ നാന എന്ന ഫിലിം വാരികയിൽ ഫാസിലിനെതിരെ എന്തോ എഴുതിയിരുന്നു. അതിന് ഫാസിൽ നൽകിയ പരാതി, അതിൻ്റെ വിശദാംശങ്ങൾ അന്വേഷിക്കാനാണ് വിനയനെ വിളിച്ചു വരുത്തിയത്. ആ കാര്യങ്ങൾ പരിഹരിച്ച ശേഷം സിബി മലയിൽ പറയുന്നു, വിനയൻ ഒരു ട്രേഡ് യൂണിയൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോഴാണ് വിനയൻ ഈ വിഷയം പറയുന്നത്. വിനയൻ ഒരു CPI-കാരനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയായ വിനയൻ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യും. വിനയൻ ഈ ആശയം അറിഞ്ഞത് മുതൽ ഇതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് ഒരു പദവിയും ആഗ്രഹിക്കാത്ത സിബി മലയിൽ പറഞ്ഞു, മാക്ടയുടെ ഇന്നത്തെ പ്രതിനിധികളാരും ഈ പുതിയ ട്രേഡ് യൂണിയനിൽ ഭാരവാഹിത്വം വഹിക്കേണ്ട, വിനയനെ പോലുള്ളവർക്ക് വിട്ടുകൊടുക്കുക. ഞങ്ങളും അത് സമ്മതിച്ചു. അങ്ങനെയാണ് വിനയൻ മാക്ട ഫെഡറേഷൻ എന്ന് പറയുന്ന ട്രേഡ് യൂണിയനിൽ എത്തുന്നത്. മാക്ട ഫെഡറേഷൻ എന്ന് പേരിട്ടത് പോലും ഒരു നൊസ്റ്റാൾജിയ കൊണ്ടാണ്. മാക്ട എന്ന് പറയുന്ന നമ്മുടെ ആദ്യകാല സംഘടന, അതിൻ്റെ പേരിൽ തന്നെ ഇരിക്കട്ടെ. അന്നും ഞാൻ ശക്തമായി എതിർത്തിരുന്നു. ഇത് പിന്നീട് ഭവിഷ്യത്താവും, അത് സംഭവിക്കുകയും ചെയ്തു. അത് മറ്റൊരു കഥ. എന്തായാലും മാക്ട തുടങ്ങി, വിനയൻ അതിൻ്റെ ജനറൽ സെക്രട്ടറിയായി, ബി ഉണ്ണികൃഷ്ണൻ അടക്കം എല്ലാവരും സജീവമായി പ്രവർത്തിക്കുന്നു. ഞങ്ങളാരും അതിൻ്റെ നേതൃത്വത്തിലേക്ക് വന്നിട്ടില്ല, ഞങ്ങൾ അംഗങ്ങളാണ്. പിന്നീട് മാക്ടയിൽ ഏകാധിപത്യം വളർന്നു വരുന്നു എന്നൊരു ആരോപണങ്ങളുണ്ടായി. ഞങ്ങളാരും മുഖവിലക്കെടുത്തില്ല. പിന്നീട് എന്നാണ് പ്രശ്നമുണ്ടാകുന്നത്? പലർക്കും മറവിയുണ്ടാവും, പക്ഷെ ഞങ്ങൾക്കാർക്കും മറവിയില്ല. ദിലീപ് എന്ന നടൻ ഒരു സംവിധായകന് സിനിമ ചെയ്യാൻ ഡേറ്റ് കൊടുക്കുന്നു. ആ പറഞ്ഞ ഡേറ്റ് ഒരു 2 മാസത്തേക്കോ 3 മാസത്തേക്കോ മാറ്റിവെക്കണം. അതിനിടയിൽ മറ്റൊരു പടം ചെയ്യണം. മാത്രവുമല്ല, അതിൻ്റെ സ്ക്രിപ്റ്റിൽ ചില കറക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സംവിധായകൻ മാക്ട ഫെഡറേഷനിൽ പരാതി കൊടുക്കുന്നു. വിനയൻ ആളുകളെ വിളിച്ചു ചേർക്കുന്നു. എന്നിട്ട് പറയുന്നു, ഈ സംവിധായകൻ്റെ സിനിമ ചെയ്തതിന് ശേഷം മാത്രം മതി ദിലീപ് അടുത്തൊരു സിനിമ അഭിനയിക്കാൻ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ദിലീപിനെ വിലക്കുക. വിലക്ക് എന്ന് പറയുന്ന ആദ്യത്തെ വാക്ക് അവിടെ കൊണ്ടുവരുന്നത് വിനയൻ തന്നെയാണ്. അന്ന് ഇന്ന് നമ്മോടൊപ്പമില്ലാത്ത വളരെ സ്വാത്വികനായിരുന്ന സിദ്ദിഖ് എഴുന്നേറ്റ് പറഞ്ഞു, നമുക്ക് ഈ വിലക്കിലേക്കൊന്നും പോകണ്ട. വളരെ സമാധാനപൂർവ്വമാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ ആരോപണം ഉയർന്നു, സിദ്ദിഖിൻ്റെ സിനിമയാണ് ദിലീപ് അടുത്ത് ചെയ്യേണ്ടത്, അതുകൊണ്ടാണ്. സിദ്ദിഖ് എത്ര വർഷം കൂടിയാണ് സിനിമ ചെയ്യുന്നത് എന്ന് സിനിമയിലുള്ളവർക്കറിയാം. ഓരോ സിനിമയ്ക്ക് ശേഷവും ഇടവേളകൾ വർഷങ്ങളോളം ഉണ്ടാവും. അങ്ങനെ ആവേശത്തോടെ സിനിമ ചെയ്യാൻ നടക്കുന്നയാളല്ല സിദ്ദിഖ്. സിദ്ദിഖ് പറഞ്ഞത്, നടന്മാരും സാങ്കേതിക പ്രവർത്തകരുമായി നല്ലൊരു ധാരണയിൽ പോകുന്നതല്ലേ നല്ലത്, വിലക്ക് വേണ്ട എന്നാണ്. അന്ന് വിനയൻ പറഞ്ഞ മറുപടി, ഭാര്യമാരെ കൊണ്ട് കൊടുക്കണം നടന്മാർക്ക് എന്ന് പറഞ്ഞാൽ അതുപോലും ചെയ്യുന്നവരായി പോകുന്നു സാങ്കേതിക പ്രവർത്തകരെന്നാണ് സിദ്ദിഖിന് ഫീൽ ചെയ്തു. സിദ്ദിഖ് അവിടെ നിന്ന് എഴുന്നേറ്റു. അപ്പോൾ രഞ്ജിത്ത്, GS വിജയൻ തുടങ്ങിയവർ എഴുന്നേറ്റ് പറഞ്ഞു, ആ വാചകങ്ങൾ പിൻവലിക്കണം. വിനയൻ മറുപടി പറഞ്ഞതെന്നാണ്, എൻ്റെ കഴുത്തിൽ ജീവനോടത്തോളം ഞാനത് പിൻവലിക്കില്ല. അവിടെ നിന്ന് രഞ്ജിത്ത് അടക്കം അവിടെ ഇരുന്ന് പലരും ഇറങ്ങി, പുറകെ ആളുകൾ ഇറങ്ങി. അന്ന് രഞ്ജിത്ത് പറഞ്ഞത്, ഇങ്ങനെ സംസ്കാരശൂന്യമായി സംസാരിക്കുന്ന ഒരാളുടെ കീഴിൽ അയാൾ നയിക്കുന്ന ഒരു സംഘടനയിൽ ഞാനില്ല, അദ്ദേഹമാണ് ആദ്യം രാജിവെക്കുന്നത്. അങ്ങനെ പുറകെ രാജിയുണ്ടായി. എല്ലാവരുടെയും ആവശ്യപ്രകാരമാണ് പുതിയൊരു സംഘടനയിലേക്ക് വന്നത്. ഐഫക് എന്ന് പറയുന്ന കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് വരെ സമവായത്തിനിവിടെ എത്തി. അന്ന് 10 പേരടങ്ങിയ അഡ്ഹോക് കമ്മിറ്റിയിൽ ഞാനും ഉണ്ടായിരുന്നു. അവിടെ പരിശോധനകൾ നടത്തി. അവിടുത്തെ അഴിമതികൾ, പണാപഹരണം, സ്വന്തം ഭാര്യയുടെ പേരിൽ ചെക്ക് എഴുതി കൊണ്ടുപോയ സംഭവങ്ങൾ വരെ ഞാൻ പത്രസമ്മേളനത്തിൽ അവതരിപ്പിച്ചതാണ്. എറണാകുളം YMCA നടത്തിയ പത്രസമ്മേളനത്തിൽ ലൈവായി പറഞ്ഞതാണ്. OB വാനുകളടക്കം ചാനലുകളുടെ വന്ന് ലൈവായി ഇതിൻ്റെ കണക്ക് പുസ്തകങ്ങളും രസീത് ബുക്കുകളും എല്ലാം കാണിച്ചു കൊടുത്ത് വിശദമായ പത്രസമ്മേളനം നടത്തിയതാണ്. അതിനുശേഷം ഐഫക്കിൽ നിന്ന് വന്നവർ വരെ പറഞ്ഞു, ഇത് ശരിയാക്കിയെടുക്കാൻ കഴിയില്ല. അങ്ങനെയാണ് പുതിയ ട്രേഡ് യൂണിയൻ, പുതിയ സംഘടന എന്ന ആശയം വരുന്നത്. അതാണ് ഫെഫ്ക. അന്ന് പുതിയതായി രൂപീകരിക്കുന്ന സംഘടനയുടെ കൺവീനറായി രഞ്ജിത്തിനെയാണ് തീരുമാനിച്ചിരുന്നത്. ഉച്ചകഴിഞ്ഞ് കൂടുന്ന മീറ്റിങ്ങിൽ കൺവീനറായി രഞ്ജിത്തിനെ തിരഞ്ഞെടുക്കണം. പക്ഷേ ഉച്ചയായപ്പോഴേക്കും രഞ്ജിത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. രഞ്ജിത്തിനറിയാം ഒരു ട്രേഡ് യൂണിയൻ നടത്തിക്കൊണ്ട് പോകുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ. അതായിരിക്കണം രക്ഷപ്പെട്ടത്.
അങ്ങനെ നിർബന്ധപൂർവമാണ് ബി ഉണ്ണികൃഷ്ണനെ ആ പദവിയിലേക്ക് കൊണ്ടുവരുന്നത്. ഒരിക്കലും ബി ഉണ്ണികൃഷ്ണൻ ആവശ്യപ്പെടുകയോ അതിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുകയോ ചെയ്തിരുന്നില്ല. അതിനുശേഷം എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അവിടുന്ന് മാറ്റാത്തത്? നേതൃഗുണം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. എല്ലാവരെയും ഒരുപോലെ കേൾക്കുക, എല്ലാവരെയും ഒരുപോലെ ചേർത്ത് പിടിക്കുക, ശാസിക്കേണ്ടവരെ ശാസിക്കുക, ശിക്ഷിക്കേണ്ടവരെ ശിക്ഷിക്കുക, ഇതൊക്കെ നേതൃത്വം ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഫെഫ്കയിൽ അംഗങ്ങളായിട്ടുള്ള 8000-ലധികം പേർക്കറിയാം ബി ഉണ്ണികൃഷ്ണൻ ആരാണ്. 2-3 വിമത ശബ്ദങ്ങൾ അവിടെ ഇവിടെ ഉയരുന്നുണ്ടെങ്കിൽ അത് മറ്റു പലരും പ്രലോഭിപ്പിച്ച് ഉണ്ണികൃഷ്ണനെ പ്രകോപിതനാക്കി അവിടെ നിന്ന് ഇറക്കിയാൽ ഈ സംഘടന തകർക്കാമെന്ന് ശ്രമിക്കുന്നു. എന്തിന് തകർക്കണമെന്ന് ചോദിച്ചാൽ മുൻ ഫെഡറേഷനിൽ ഉണ്ടായിരുന്നവരുടെ ചില വൈരാഗ്യങ്ങൾ. ഇനി WCC എന്ന് പറയുന്ന ആ സംഘടനയ്ക്ക് എന്താണ് വൈരാഗ്യം? സ്ത്രീകളുടെ മൊത്തം സംരക്ഷണവും ഏറ്റെടുക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി സംസാരിച്ച് ഉണ്ടാക്കിയൊരു സംഘടനയാണല്ലോ. ഇവിടെ സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ, സ്ത്രീകളുടെ കാര്യങ്ങൾ പരിഗണിക്കുന്നതിൽ ഫെഫ്ക മുൻകൈ എടുക്കുമ്പോൾ അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഈ സജിത മഠത്തിൽ എന്ന് പറയുന്ന ആ WCCയുടെ പ്രമുഖ ഫെഫ്ക റൈറ്റേഴ്സ് യൂണിയൻ അംഗമാണ്. ഫെഫ്ക എഡിറ്റേഴ്സ് യൂണിയനിൽ നിന്ന് WCCയുടെ പ്രമുഖ നേതാവായ ബീന പോൾ പെൻഷൻ വാങ്ങുന്നുണ്ട്. ഇപ്പോഴും WCCയുടെ ഒരു പ്രമുഖയായിരുന്നു വിധു വിൻസെന്റ്. വിധു വിൻസെന്റ് രണ്ടാമതൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് ഈ ബി ഉണ്ണികൃഷ്ണനും ആൻഡ്രോ ജോസഫ് ചേർന്നാണ്. WCCയോട് എന്തെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ അവർക്ക് ഫെഫ്കയിൽ അംഗത്വം കൊടുക്കുന്നു. പക്ഷേ അവർ ഉണ്ണികൃഷ്ണനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണനെ എങ്ങനെയും രാജിവെപ്പിച്ച് അടങ്ങും. ഉണ്ണികൃഷ്ണൻ ഫെഫ്കയിൽ നിന്ന് മാറിയാൽ ഫെഫ്കയ്ക്കൊരു തകർച്ച ഉണ്ടാവാം. ഞാൻ പങ്കെടുത്ത ചാനൽ ചർച്ചയിൽ സാന്ദ്ര തോമസ് ചോദിക്കുകയാണ്, AK സാജന് സെക്രട്ടറി ആയിക്കൂടെ? അങ്ങനെ പല പേരുകളും. അപ്പോഴും ഞാൻ മറുപടി പറഞ്ഞു, ഞങ്ങൾ ആരെ സെക്രട്ടറി ആക്കണം, പ്രസിഡന്റ് ആക്കണം എന്ന് ഞങ്ങൾ തീരുമാനിക്കും. ലക്ഷ്യമൊന്നു മാത്രമാണ്, ബി ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ 16 വർഷമായി അവിടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്നുകൊണ്ട് ഫെഫ്ക എന്ന ട്രേഡ് യൂണിയൻ സംഘടന വളരുകയാണ്. കേരളത്തിൽ പല സാമൂഹിക വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. കോവിഡ് കാലത്ത് സിനിമയിലെ തൊഴിലാളികൾക്ക് ജോലിയില്ലാതിരുന്നപ്പോൾ പണം കൊടുത്തത് ബി ഉണ്ണികൃഷ്ണൻ്റെ ഒറ്റ കഴിവുകൊണ്ട് തന്നെയാണ്. ചെയ്ത കാര്യങ്ങൾ നമുക്ക് പറയാതിരിക്കാൻ കഴിയുമോ? എത്രയോ തവണ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ആരെങ്കിലും ഈ പദവി ഒന്ന് ഏറ്റെടുക്കൂ. എനിക്ക് പേഴ്സണലായിട്ട് കുറേ കാര്യങ്ങളുണ്ട്, എനിക്ക് ഒരുപാട് യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ് എടുക്കാൻ പോകണം. അവിടെ എല്ലാവരും പറഞ്ഞതെന്താണ്? ഉണ്ണികൃഷ്ണൻ മാറരുത്, ജോലിഭാരം ഞങ്ങൾ കുറച്ച് തരാം. അങ്ങനെയാണ് വർക്കിംഗ് സെക്രട്ടറിയെ വെച്ചത്, സ്റ്റിയറിംഗ് കമ്മിറ്റി ഉണ്ടാക്കിയത്. എന്നിട്ട് പുറത്ത് നിൽക്കുന്നവർ പറയുന്നു ബി ഉണ്ണികൃഷ്ണൻ രാജിവെക്കണം. ഫെഫ്കയിലെ ഒരു യൂണിയനിലെ അംഗമായിരുന്ന ഒരാൾ പേപടിച്ച തെരുവുനായ പോലെ ഓടി നടന്ന എല്ലാ ചാനലുകളിലും ഏതോ ഇൻ്റർവ്യൂ ഒക്കെ നടത്തുന്നു. ബി ഉണ്ണികൃഷ്ണൻ കോടികൾ കൊണ്ടുപോവുകയാണ്, ബി ഉണ്ണികൃഷ്ണൻ രാജിവെക്കണം, അയാൾ മാടമ്പിയാണ്. അതെടൂ, അയാൾ മാടമ്പി തന്നെയാണ്, പക്ഷേ സ്വഭാവത്തിൽ അതില്ല. മനുഷ്യരോട് സ്നേഹവും ദയയും കരുണയുമുള്ള ആളാണ്. ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു പോയത് അയാളുടെ തെറ്റല്ലല്ലോ. പക്ഷെ ഒരിക്കലും ആ ധാർഷ്ട്യം ഒരാളോടും കാണിക്കാത്ത ആ വ്യക്തിയെ മാറി നിന്ന് കല്ലെറിയാൻ ഞങ്ങൾ സമ്മതിക്കില്ലടൂ. തൻ്റെ ഇൻ്റർവ്യൂ കണ്ടിട്ടുള്ളവർ പലരും സംശയത്തോടെ എന്നെ വിളിച്ചു ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം? ഞാൻ മറുപടി പറഞ്ഞത്, പേ പിടിച്ച നായ വന്നാൽ നമ്മൾ ഓടി മാറും. അതെവിടെയും കടിക്കും, മനുഷ്യരെന്നില്ല, മൃഗങ്ങളെന്നില്ല, ആരെ കണ്ടാലും കടിക്കും. നമ്മൾ ഒഴിഞ്ഞു മാറുക. അവൻ്റെ പേരെടുത്ത് എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലും ചർച്ച ചെയ്താൽ അവൻ പ്രശസ്തനാവുമല്ലോ, അവൻ വളരും. 5-6 വർഷം മുമ്പ് സിനിമയിൽ സ്റ്റിൽ ഫോട്ടോ എടുക്കാൻ വന്ന ഒരുത്തൻ പറയുകയാണ് ഉണ്ണികൃഷ്ണനേക്കാൾ എക്സ്പീരിയൻസ് ഉണ്ടെന്ന്. എന്താണ് എക്സ്പീരിയൻസ്? ആയ ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയാണ്, ഉണ്ണികൃഷ്ണൻ മാറിയിട്ട് ഇവിടെ സ്റ്റേറ്റ് അവാർഡ്, നാഷണൽ അവാർഡൊക്കെ മേടിച്ച പട്ടൺ റഷീദുണ്ട്, മേക്കന്മാനാണ്, ഞങ്ങളുടെ നല്ല സുഹൃത്താണ്. സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും മേടിക്കുന്നതാണോ ഇതിൻ്റെ ക്രൈറ്റീരിയ? സംഘടനയുടെ നേതൃത്വത്തിൽ വരാനുള്ള കഴിവ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡുമാണോ? വിവരദോഷം പറയുന്നതിന് നമ്മൾക്കൊന്നും പറയാനില്ല. അവന് സിനിമയില്ലെങ്കിലും ജീവിക്കാമെന്നാണ് പറയുന്നത്. പിന്നെ എന്തിനാണോ ഈ സിനിമയിലേക്ക് വരുന്നത്? നന്നായി പോകുന്ന ഒരു സംഘടനയെ എന്തിനാണ് ആക്രമിക്കാൻ വരുന്നത്? അവൻ സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയപ്പോൾ അവന് സസ്പെൻഷൻ കൊടുത്തു. അതൊരു സംഘടനയുടെ നിയമാവലിയിൽ പറഞ്ഞിരിക്കുന്നതാണ്. അതവന് ഇഷ്ടപ്പെട്ടില്ല. രാഷ്ട്രീയ പാർട്ടികൾ അതില്ലേ? ഏത് സംഘടനയിലാണ് അങ്ങനെ നിയമ നടപടികൾ സ്വീകരിക്കാത്തത്? അതൊരു പുതിയ കാര്യമൊന്നുമല്ല. അവൻ ബി ഉണ്ണികൃഷ്ണനെ വിളിച്ചപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞതാണ്, ഞാൻ നിങ്ങളുടെ യൂണിയൻ നേതൃത്വമായി ഒന്ന് സംസാരിക്കാം, എന്നിട്ട് നമുക്കൊരു തീരുമാനമുണ്ടാക്കാം, അതുവരെ താനൊന്ന് ക്ഷമിക്കുക എന്നാണ് പറഞ്ഞത്. അത് വളരെ സമാധാനത്തോടെ. പച്ചക്കള്ളങ്ങൾ പൊതുസമൂഹത്തിൽ വന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഘടനയെ ഇകഴ്ത്തുക, ഒരു വ്യക്തിയെ അപകീർത്തിപ്പെടുത്തുക. ഉണ്ണികൃഷ്ണൻ ഇവനൊക്കെ എതിരെ കേസിന് പോകുന്നുണ്ട്, അത് മറ്റൊരു കാര്യം. കേസ് അതിൻ്റെ യഥാവിധി നടക്കട്ടെ. പക്ഷേ ഈ പറയുന്ന വിരുദ്ധ പ്രസ്താവന നടത്തുന്ന മഹതികളോടും മഹാന്മാരോടും അവസാനമായി പറയുകയാണ്, ഫെഫ്ക എന്ന സംഘടനയെ തൊഴിലാളികൾ നെഞ്ചോട് ചേർത്തിരിക്കുന്ന
അവർക്കൊരാപത്തുണ്ടായാൽ കൂടെയുണ്ട് എന്ന് മനസ്സിലായ ആ സംഘടനയെ തകർക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അയാൾ നല്ല കാറിൽ നടക്കുന്നതും നല്ല വസ്ത്രം ധരിക്കുന്നതും സഹിക്കുന്നില്ലെങ്കിൽ അതിന് അസൂയ എന്നൊരു പേരിട്ട് വിളിക്കേണ്ടി വരും. ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്നൊരു പദ്ധതി രൂപകൽപ്പന ചെയ്തു. 5000-ലധികം അംഗങ്ങൾ ഇന്നുണ്ട്. ഒരംഗത്തിന് 3000 രൂപയാണ് കൊടുക്കേണ്ടത്. 3 ലക്ഷം രൂപയുടെ ചികിത്സ കൊടുക്കുന്നു. 3 ലക്ഷം രൂപ കൊടുക്കുകയാണ് ഹോസ്പിറ്റലിലേക്ക്. ഇതുവരെ 2.5 കോടി രൂപയോളം ചെലവിട്ട് കഴിഞ്ഞു. ഒരംഗം കണ്ണീരോടെ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലായിരുന്നെങ്കിൽ ഞാനിന്ന് ജീവനോടെ ഉണ്ടാവുമായിരുന്നില്ല. സത്യസന്ധമായ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം ജനങ്ങൾ. ഈ വിമത ശബ്ദങ്ങളോടല്ല ഞാൻ പറയുന്നത്. സാന്ദ്ര തോമസിനുള്ള ദേഷ്യം എന്താണ്? അവർ നിർമ്മിച്ച സിനിമകളിൽ സാങ്കേതിക പ്രവർത്തകർക്ക് പണം കൊടുക്കാൻ വന്നപ്പോൾ അതിലിടപെട്ടു. ഓം ശാന്തി ഓശാന എന്ന സിനിമ നിർമ്മിക്കാൻ ആദ്യം തീരുമാനിച്ചത് അവരായിരുന്നു. 10,000 രൂപ തിരക്കഥാകൃത്ത് മിഥുൻ മാനുവൽ തോമസിനും 15,000 രൂപ ജൂഡ് ആന്റണിക്കും കൊടുത്തു. പക്ഷേ അവർ പൊരുത്തപ്പെട്ടില്ല. അവർ ആ സിനിമയിൽ നിന്ന് പിന്മാറി. പിന്നീട് ആൽവിൻ ആന്റണി എന്ന നിർമ്മാതാവ് ആ സിനിമ എടുക്കാൻ വന്നപ്പോൾ സാന്ദ്ര തോമസ് കോമ്പൻസേഷനായി അമിതമായി പണം ആവശ്യപ്പെട്ടു. ജൂഡ് ആന്റണി ആൽവിൻ ആന്റണിയോട് 7 ലക്ഷം രൂപയ്ക്കാണ് സിനിമ ചെയ്യാമെന്ന് സമ്മതിച്ചത്. ആദ്യത്തെ സിനിമയല്ലേ. ആ 7 ലക്ഷം രൂപയും സാന്ദ്ര തോമസിന് കൊടുത്തു. മിഥുൻ മാനുവൽ തോമസും അതുപോലെ തന്നെ. മിഥുൻ മാനുവൽ തോമസ് മിടുക്കനായ ഒരു തിരക്കഥാകൃത്താണെന്ന് മനസ്സിലായപ്പോൾ അയാളിൽ നിന്നും അടുത്തൊരു സിനിമ ചെയ്യാമെന്ന് പറയുന്ന ഒരു എഗ്രിമെൻറ്റും എഴുതി വാങ്ങി. ഇവർ രണ്ടും മാപ്പെഴുതി കൊടുത്തു. ഭദ്രനെ സംവിധായകനാക്കി ഒരു സിനിമ ചെയ്യാൻ സാന്ദ്ര തോമസ് ആലോചിച്ചു. ജൂതൻ എന്നായിരുന്നു പേര്. ആ സിനിമയും ഇതുപോലെ നടന്നില്ല. ഭദ്രൻ അഡ്വാൻസ് വാങ്ങിയ തുക തിരിച്ചു കൊടുത്തു. പക്ഷേ കോമ്പൻസേഷൻ വേണം എന്നാവശ്യപ്പെട്ടു. 1 കോടി രൂപ ഭദ്രൻ കൊടുക്കണമത്രേ. അവസാനം ഫിലിം ചേംബറുമായി ഇടപെട്ട് ആ സിനിമ ഭദ്രന് മറ്റൊരു നിർമ്മാതാവിന് വേണ്ടി സംവിധാനം ചെയ്യുകയാണെങ്കിൽ 15 ലക്ഷം രൂപ സാന്ദ്രയ്ക്ക് കൊടുക്കാം എന്നൊരു ഉറപ്പിലാണ് അവിടെ നിന്ന് പിരിഞ്ഞത്. ആ മീറ്റിംഗ് നടക്കുമ്പോഴാണ് ഉണ്ണികൃഷ്ണൻ സാന്ദ്രയോട് പറഞ്ഞു, നിന്നെക്കൊണ്ട് സിനിമ ചെയ്യിക്കില്ല എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. ഉണ്ണികൃഷ്ണൻ സാന്ദ്രയും തമ്മിൽ ആ മീറ്റിങ്ങിൽ കണ്ടിട്ടില്ല. ഞാനതിൻ്റെ മിനിറ്റ്സ് അടക്കം എല്ലാം പരിശോധിച്ചിട്ടാണ് ഈ പറയുന്നത്. എല്ലാ തെളിവുകളും വെച്ചാണ് പറയുന്നത്. അതിൽ പങ്കെടുത്ത സാഗാപ്പച്ചൻ തുടങ്ങി ഭദ്രൻ തുടങ്ങി എല്ലാവരോടും സംസാരിച്ചതിന് ശേഷമാണ് ഈ പറയുന്നത്. പൊതുസമൂഹത്തിൽ വന്ന് പൊതുമണ്ഡലത്തിൽ വന്ന് പച്ചക്കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് വ്യക്തിഹത്യ നടത്തുന്ന ഈ മഹാന്മാരും മഹതികളും അറിയുക. ഫെഫ്ക അതിലെ ചലച്ചിത്ര പ്രവർത്തകർ ഒറ്റക്കെട്ടാണ്. 2-3 പേർ മാറി നിന്ന് കുരച്ചാൽ ഒരു ചുക്കും സംഭവിക്കില്ല ഫെഫ്കയ്ക്ക്. അടിസ്ഥാനപരമായി തൊഴിലാളികളോട് സ്നേഹമുള്ള ആ നേതാക്കളും ആ തൊഴിലാളികളും ചേർന്ന് സിനിമയെ ഒറ്റ കുടുംബമായി കൊണ്ടുപോകും.